വളരെ പോപ്പുലർ ആയിട്ടുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ മിനിസ്ട്രി ലെവലിലേക്ക് വരുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളും. ഹായ്, നമ്മൾ ഏതൊരു ജോലി നോക്കുമ്പോഴും ആദ്യമേ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് എത്ര കിട്ടും, അല്ലെങ്കിൽ എത്ര സാലറി കിട്ടും, ബെനിഫിറ്റ്സ് എന്താ ഈ ഒരു ജോലിയിലേക്ക് ജോയിൻ ചെയ്താൽ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ബാങ്ക് ഉണ്ട്, SSC ഉണ്ട്, UPSC ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ എക്സാംസ് ഉണ്ട്, അതേപോലെ വേറെയും ഓർഗനൈസേഷൻസ് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന, എല്ലാ വർഷവും കുറേ എക്സാംസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, SSC എന്ന് പറയുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നമ്മുടെ വളരെ ചെറിയ ഓഫീസുകൾ തൊട്ട്, ലൈക്ക് ഒരു MTSന്റെ പോസ്റ്റുകൾ തൊട്ട് വളരെ ചെറിയ ഓഫീസുകൾ തൊട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ലെവൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് ലെവലിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് അടക്കമാണ് നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി ചെയ്യുന്നത്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ചില പോപ്പുലർ പോസ്റ്റ് പറയുവാണെങ്കിൽ, വളരെയധികം കേൾക്കുന്ന ചില പോസ്റ്റുകളെ കുറിച്ച് പറയുവാണെങ്കിൽ CBI, NIA, അതുപോലെ തന്നെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ്, എനിക്കൊന്നും ഇതൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി നമ്മൾ ന്യൂസിൽ വളരെയധികം കേൾക്കുന്നത്. അതുപോലെ ഇൻകം ടാക്സും ബാക്കി GST ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മുടെ ഓർഗനൈസേഷനിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു SSC എക്സാംസിൻ്റെ അണ്ടറിൽ വരുമ്പോഴത്തേന് ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഒരുപാട് പോസ്റ്റുകളുണ്ട്, പല ഗ്രേഡ് പേ, പല ലെവലിലാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്, പല എക്സാംസ് വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് SSCയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർ, ലൈക്ക് എൻ്റെ സാലറി ഒക്കെ എത്രത്തോളമാണ് കിട്ടുന്നത്, ഏതൊക്കെ പോസ്റ്റൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ പോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെയും വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാലറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെഷൻ. എസ്പെഷ്യലി സാലറിയിൽ നമുക്ക് ഈ ഒരു SSCയുടെ അണ്ടറിൽ വരുന്ന മേജറായിട്ടുള്ള പോസ്റ്റുകളോ മേജറായിട്ടുള്ള എക്സാമിൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളുടെയോ ഒരു സാലറിയുടെ റേഞ്ച് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒറ്റ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ SSCയുടെ MTS ആയിക്കോട്ടെ, അല്ലെങ്കിൽ SSCയുടെ CGL ആയിക്കോട്ടെ, നമുക്ക് ഇതെല്ലാത്തിൻ്റെയും ഒരു സാലറി റേഞ്ച് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു എൻട്രി ആപ്പിലേക്ക്. അപ്പോൾ നമ്മൾ SSCയുടെ ആ ഒരു ബെനിഫിറ്റ്സിലേക്കും ആ ഒരു സാലറിയിലേക്ക് വരുവാണെങ്കിൽ, നമ്മുടെ SSC നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇതിൻ്റെ സാലറീസ് എന്ന് പറയുന്നത് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിനെ മേലാണ്. ഇപ്പം എല്ലാവർക്കും ഒരേ സാലറി ആയിരിക്കില്ല. എന്നാൽ നമുക്കറിയാം പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ സാലറി എന്തൊക്കെ കാര്യങ്ങളുടെ മേലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി പോസ്റ്റുകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളതുണ്ട്, ഏത് ലെവൽ ഉള്ള പോസ്റ്റാണ്, ലൈക്ക് ഏത് ഗ്രേഡ് പേയിൽ വരുന്നത്. നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എന്നൊക്കെ പറയുന്ന കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല പേ ലെവലിൽ വരുന്ന കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പല പേ ലെവൽ, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മൾ ഏത് സിറ്റിയിലാണ് പോസ്റ്റിംഗ് വരുന്നത്, XYZ എന്ന് പറയുന്ന കാറ്റഗറി സിറ്റീസ് അടക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സിറ്റീസിൻ്റെ ബേസിസിലും പല പേ ലെവലിൻ്റെ ബേസിസിലും പല പോസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രീസിൻ്റെ ബേസിസിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു സാലറി നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ നമ്മുടെ ആ ഒരു സാലറിനെയും ബെനിഫിറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഒരു ഓവറോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, SSCയുടെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ എക്സാമായ SSCയുടെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ അടുത്ത CGLൻ്റെ എക്സാം വരാൻ പോകുന്നതും നമുക്ക് മിക്കവാറും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 തൊട്ട് 10 മാസം ഇനിയുണ്ട്. ഇപ്പോൾ പഠിച്ചു തുടങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല സമയമുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി സമയം എടുത്ത് പഠിച്ചാൽ മാത്രമേ ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാനും പറ്റത്തുള്ളൂ. പെട്ടെന്ന് 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമല്ല SSCയുടെ CGL എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ഏതൊരു ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCയുടെ CGL എന്ന് പറയുന്നത്. ഇനി ഇതിനണ്ടറിൽ ഏകദേശം നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തിയ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 36ഓളം പോസ്റ്റുകൾക്കാണ് ഇത് റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ 36ഓളം പോസ്റ്റുകളുണ്ട്. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അല്ല വിളിക്കുന്നത്, 36ഓളം പോസ്റ്റുകൾക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 36ഓളം പോസ്റ്റുകളെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ലെവലിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ലെവൽ 8 തൊട്ട് ലെവൽ 4 വരെ, അല്ലെങ്കിൽ ലെവൽ 4 തൊട്ട് ലെവൽ 8 വരെയുള്ള കാറ്റഗറീസിലാണ് നമ്മുടെ ഈ റിക്രൂട്ട്മെൻറ്റ് SSCയുടെ CGL മാത്രം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ 4 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ലോവർ ലെവലും, ലെവൽ 8 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും ഹയർ ലെവൽ. ഒരിക്കലും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും ഹയർ ലെവലല്ല. സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലെവൽ 15, 16 ആ റേഞ്ച് വരെ എന്തോ ഉണ്ട്. പക്ഷേ നമ്മുടെ അതിലും ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന യൂഷ്വലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 10 ലെവൽ വരെയാണ് നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത്. അതിൻ്റെ മേളിലോട്ടുള്ളതൊക്കെ തന്നെ അണ്ടർ സെക്രട്ടറിയും അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ്. സോ അതിൻ്റെയൊക്കെ സാലറി വരുന്നത് 2 ലക്ഷം 3 ലക്ഷത്തിൻ്റെ മുകളിലാണ് അതിൻ്റെയൊക്കെ സാലറി വരുന്നത്. അതൊക്കെ പ്രൊമോഷൻസ് വഴി അങ്ങനെയൊക്കെ എത്തുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് SSC
സീജലിൻ്റെ അണ്ടറിൽ വരുന്നത് ലെവൽ 4 തൊട്ട് ലെവൽ 8 വരെയുള്ള പോസ്റ്റുകളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേഡ് പേ എന്ന് പറയുന്നൊരു സംഭവം കാണാൻ പറ്റും. നമ്മുടെ ആക്ച്വലി 6ാമത്തെ പേ കമ്മീഷൻ വഴിയുള്ള ഒരു ഓൾഡ് ഗ്രേഡ് പേ സിസ്റ്റമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഗ്രേഡ് പേ എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ലൈക്ക് അതെന്ന് പറയുന്നത് ആ ഒരു ഗ്രേഡ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു പേ എന്ന് പറയുന്നത്. ഒരിക്കലും കിട്ടുന്ന സാലറി അതാണെന്ന് വിചാരിക്കില്ല. ഇനി ഈ ഒരു എന്താ പറയുക ഗ്രേഡ് പേൻ്റെ അണ്ടറിൽ വരുന്ന സാലറി എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ബേസിക് പേ റേഞ്ച് എന്ന് പറഞ്ഞ് ഈ ഓരോ ഗ്രേഡ് പേക്ക് ഒരു റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ റേഞ്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ലെവൽ 8 ആണെങ്കിൽ ഒരു 47,600 ആണ് ഏറ്റവും ബേസിക് പേ എന്ന് പറയുന്നത്. അലവൻസുകളൊന്നും ചേരാതെ ജസ്റ്റ് പ്യുവർ ബേസിക് പേ എന്ന് പറയുന്നത് നമ്മുടെ 47,600 ആണ്. ആൻഡ് അതിൻ്റെ ഏറ്റവും ഹൈ പോകുന്നത് 1,51,100 വരെയാണ് ഏറ്റവും ഹൈ പോകുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതോടെ ഏറ്റവും ഹൈ പോകുന്നത് ആ ലെവലിൽ വരുമ്പോഴത്തേനും. അതേപോലെ നമുക്ക് അടുത്തത് ഇതേപോലെ ലെവൽ 7 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 44,900 ആണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത്. ലെവൽ 6 ആകുമ്പോൾ 35,400 ആണ്. ഒരിക്കലും വിചാരിക്കില്ല അഗെയിൻ അതാണ് കൈ കിട്ടുന്നതെന്ന്. എനിക്ക് ഒരിക്കലും കൈ കിട്ടുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്യുവർ ബേസിക് പേ, അലവൻസുകളൊന്നും ചേരാതുള്ള ബേസിക് പേ. നിങ്ങൾക്കറിയാം ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത് തന്നെ 50%-ന്റെ മുകളിലാണ് ഇപ്പം. അപ്പോൾ ആ ഒരു 50% എന്ന് പറയുമ്പോൾ തന്നെ ഈ സാലറിയുടെ പകുതി നമ്മുടെ ഡിയറൻസ് അലവൻസ് ആയിട്ട് മാത്രം അതിൻ്റെ കൂടെ ആഡ് ആവും. ഇത് കൂടാതാണ് വേറെയും അലവൻസുകൾ വരുന്നത്. ഇനി അപ്പോൾ ഉള്ളതിൽ അലവൻസുകൾ ഏറ്റവും കൂടുതൽ ഡി ആണ്. അതുകൊണ്ടാണ് ഡി എടുത്ത് പറഞ്ഞത്. പറയാനും എളുപ്പമാണ്. 50% എന്ന് പറയുമ്പം പറയാൻ എളുപ്പം, പെട്ടെന്ന് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മുടെ ലെവൽ 8 എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ബേസിക് പേ നമുക്ക് റഫ്ലി ഒരു 48,000 ആണെന്ന് പറയുകയാണെങ്കിൽ ആ 48,000 50% എന്ന് പറഞ്ഞാൽ 24,000 ആ 40ൻ്റെ കൂടെ 24 കൂടി ആഡ് ആവും. അപ്പോൾ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അത് എത്രയായി? നമ്മുടെ ഏകദേശം 40ൻ്റെ കൂടെ 24 കൂടി ആഡ് ചെയ്യുമ്പോൾ തന്നെ 72 ആവുന്നുണ്ട്. അതിനുശേഷം പിന്നെയും ഉണ്ട് HRയും ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അവസാനം പിന്നെ നമ്മുടെ NPയുടെ ഒക്കെ ഡിഡക്ഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കയ്യിലൊരു ഇൻഹാൻസ് സാലറി വരുന്നത്. അപ്പോൾ ആ കാണുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പേ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതേപോലെ നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ ആ ഒരു ബേസിക് പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഏകദേശം നമുക്ക് ഈ പറയുന്ന ഓരോ ലെവലുടെയും ബേസിക് പേ ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ഇൻഹാൻസ് സാലറീസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഏകദേശം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഏകദേശം എത്ര ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് നിങ്ങൾ കാണാം ആ ഒരു ലെവൽ 8 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 80,000 95,000 ആണ് ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ കയ്യിൽ കിട്ടുന്ന ഒരു സാലറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബാക്കിയുള്ള ഡിഡക്ഷൻസ് അടക്കം കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ സിറ്റിയും നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളതും പോസ്റ്റ് അടക്കമൊക്കെ അത് വേരി ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് പറയാൻ കാരണം. അതുപോലെ നമ്മുടെ ലെവൽ 7 വരുമ്പം നമ്മുടെ 75,000 ഒരു 70,000 ഒരു 80,000 അല്ലെങ്കിൽ 75,000 85,000 എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഇൻകം ടാക്സും അതേപോലെ നമ്മുടെ GST ഇൻസ്പെക്ടർ അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളില്ലേ, ആ ഒരു പോസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു സാലറി കൈ കിട്ടുന്ന, അതുപോലെ നമ്മുടെ കസ്റ്റംസ് ഓഫീസർ, പ്രിവെൻറ്റീവ് ഓഫീസർ, അവിടെയൊക്കെ കൈ കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 70,000 to 85,000 ഇടയ്ക്കുള്ളൊരു സാലറിയാണ് അവിടെ കൈ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് അറിയാവുന്നതിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടി പരിചയമുള്ളതിനെ കുറിച്ചുകൂടി പറയുവാണെങ്കിൽ. ഇനി അതുപോലെ ലെവൽ 6 വരുമ്പോൾ നമുക്ക് ആ റേഞ്ച് കാണാൻ പറ്റും. 60,000 to 70,000 ആണ് ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത്. ലെവൽ 5 വരുമ്പോൾ നമുക്ക് 45,000 to 55,000 ലെവൽ 4 വരുമ്പോൾ 40,000 to 45,000 ആണ് നമുക്കത് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ കൂടി അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലെവൽ 8 എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ചില പോസ്റ്റുകൾ നമ്മുടെ സീജൻ്റെ അണ്ടറിൽ വരുന്ന ചില പോസ്റ്റുകളായിരുന്നു അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറും. കഴിഞ്ഞ 2 സീസണിലായിട്ട് ഇത് വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് ആഡ് ചെയ്യുവാൻ ഇവിടെ. കഴിഞ്ഞ 2 വട്ടം എന്തുകൊണ്ടോ ഈ ഒരു പോസ്റ്റുകൾക്ക് റിക്രൂട്ട്മെന്റിൽ വിളിച്ചിട്ടില്ലായിരുന്നു. ലെവൽ 7 തൊട്ടാണ് വിളിച്ചത് കഴിഞ്ഞ 2 വട്ടത്തെ സീസണിൽ. അതിന് മുമ്പ് വരെയും അത് വിളിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ പറഞ്ഞ ലെവൽ 7 വരുമ്പോഴാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി നല്ല പരിചയമുള്ള ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, പ്രിവെൻറ്റീവ് ഓഫീസർ, കസ്റ്റംസ് ഓഫീസർ, അതേപോലെ തന്നെ നമ്മുടെ GST ഇൻസ്പെക്ടർ, എൻഫോഴ്സ്മെന്റ് എന്താ പറയുക ഓഫീസർ, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറി എല്ലാം വരുന്നത് ആ ഒരു ലെവൽ 7 വരുന്നത്. അവിടെ കയ്യിൽ കിട്ടുന്ന സാലറി നമ്മൾ നേരത്തെ പറഞ്ഞ 75,000 to 85,000 ആണ് അവിടെ കയ്യിൽ ഇൻഹാൻഡ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അതേപോലെ പിന്നെ അഗെയിൻ നമ്മുടെ ഈ ഒരു ലെവൽ 6 വരുമ്പോൾ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റും എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെയുള്ള പോസ്റ്റിലാണ് വരുന്നത്. നമ്മുടെ ലെവൽ 5 വരുമ്പോൾ ഓഡിറ്റർ, അതുപോലെ UDC ക്ലർക്ക്, ആ ഒരു കാറ്റഗറിയൊക്കെയാണ് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ലെവൽ 4 വരുമ്പോൾ നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ CGL എക്സാംസിലേക്ക് വരുമ്പോഴത്തേന് നമ്മളുടെ ആ ഒരു പല ലെവൽ ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു സാലറിയുടെ റേഞ്ച് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒറ്റ സ്ലൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാകും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർലി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ SSC CGLന്റെ പോസ്റ്റുകളിലേക്ക് ഒന്ന് ഓടിച്ചൊന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ലാസ്റ്റ് SSC CGL എക്സാമിൽ വിളിച്ചപ്പം അതിൻ്റെ ആ ഒരു പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ 36 പോസ്റ്റുകളാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏറ്റവും ബേസിക് ലെവലിലെ പോസ്റ്റാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ
ലെവൽ 4 നമ്മുടെ ₹25,500 to 81,100 വരെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പം നമുക്ക് ഇത് ലെവൽ 4 നമ്മൾ 25,500 തൊട്ട് 81,100 വരെയാണ് നമുക്കത് വരുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അടിയിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത ഇതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവൽ 5 നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടായിരുന്നു 29,200 to 92,300 എന്നുള്ള ആ ഒരു ലെവൽ നമുക്ക് കണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടായിരുന്നു ഓഡിറ്ററും അക്കൗണ്ടിൻ്റെ പോസ്റ്റാണ് വരുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എസ്പെഷ്യലി CAG-യുടെയും അതേപോലെ തന്നെ ബാക്കി മിനിസ്ട്രീസിലേക്കൊക്കെയാണ് അത് വരുന്നത്. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ലെവൽ 6 35,400 to 1,12,400 നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നമ്മൾ നേരത്തെ എടുത്ത് കണ്ട ഒരു പോസ്റ്റുകളാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ അതിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് മാത്രമല്ല വേറെയും പോസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ റിസർച്ച് അസിസ്റ്റൻ്റ് പോസ്റ്റുണ്ട്. അല്ല നമ്മുടെ NIA-യിലെ സബ് ഇൻസ്പെക്ടർ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പോപ്പുലർ ഇതാണെന്ന് തോന്നുന്നു. NIA-യിലെ സബ് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ് വരുന്നത് ഈ ഒരു ലെവൽ 6 വരുന്നത്. അതുപോലെ നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അതിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസറുടെ പോസ്റ്റ് വരുന്നത് ഇവിടെയാണ്. അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് നമുക്ക് 32 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരേ ഒരു പോസ്റ്റാണ് SSCയുടെ CGL വരുന്ന ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ്. അത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. OBC SC ST ഒക്കെ ആകുമ്പോൾ OBCക്ക് എക്സ്ട്രാ ഒരു 3 yearsഉം SC STക്ക് എക്സ്ട്രാ ഒരു 5 years കൂടെ അവിടെ എക്സ്ട്രാ കിട്ടും. അപ്പോൾ നമുക്ക് പക്ഷേ CGL വരുന്ന ഒരു ഏറ്റവും ഹയസ്റ്റ് ഏജ് ലിമിറ്റ് ഉള്ള പോസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെവൽ 6 വരുന്നത്. ഇനി ലെവൽ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നു ഉള്ളതിൽ ഏറ്റവും പോപ്പുലർ ലെവലാണ് ഇതെന്ന് പറയുന്നത് ലെവൽ 7. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം ഇവിടെ വരുന്ന അത്യാവശ്യം നല്ല പേ സ്കെയിൽ അത്യാവശ്യം നല്ല റാങ്ക് ഒക്കെ വരുന്ന ഒരു പോസ്റ്റാണ്. നമുക്ക് 44,900 to 1,42,400 ആണ് അതിൻ്റെ പേ ലെവൽ വരുന്നത്. പേ ലെവൽ 7 അത് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം കയ്യിൽ 75,000 to 85,000 സാലറി കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലല്ല ഇവിടെ വരുന്ന പല മിനിസ്ട്രിയിലേക്കുള്ളത്. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ചില പോസ്റ്റുകൾ നമ്മുടെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവെൻറ്റീവ് ഓഫീസർ, നമ്മുടെ ഇതേ ഇൻകം ടാക്സിൻ്റെ തന്നെ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ എക്സാമിനർ എന്ന് പറയുന്ന പോസ്റ്റ്, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, അതുപോലെ നമ്മുടെ എഗെയിൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള CBIയിലെ സബ് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ്, അതുപോലെ ഇന്ത്യൻ പോസ്റ്റിൽ ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ്, അതുപോലെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ്, ഇങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പോസ്റ്റുകളും അതുപോലെ തന്നെ മിനിസ്ട്രി ലെവലിലേക്ക് വരുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളും നമ്മുടെ ഏറ്റവും പോപ്പുലർ പോസ്റ്റിലെല്ലാം വരുന്ന ലെവൽ 7 പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 2 വർഷമായിട്ട് കാണാത്തത് അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ 2 വർഷമായിട്ട് കാണാത്ത നമ്മുടെ ഇതിലെ CGL തന്നെ ഏറ്റവും ഹയസ്റ്റ് പേ ലെവലിൽ 80 വരുന്ന പോസ്റ്റിലാണ് ഈ 2 പോസ്റ്റിൽ നിന്ന് വന്നത്. 47,600 to 1,51,100 ആണ് അതിൻ്റെ ഒരു പേ ലെവൽ വരുന്നത്. ആ റേഞ്ച് ബേസിക് പേ റേഞ്ച് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു എക്സാമിലൂടെ കാണിച്ചു തന്നെ. എക്സാമിൽ നമ്മുടെ CGLൻ്റെ എക്സാമിൽ അതേ ലാസ്റ്റ് വിളിച്ചപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന പോസ്റ്റുകൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇതുകൂടി ജസ്റ്റ് നിങ്ങളോട് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു CGL മാത്രമല്ല നമുക്ക് അതല്ലാതെ വേറെയും എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ബാക്കി എക്സാംസ് കൂടി നമുക്ക് ഓടിച്ച് നോക്കുകയാണെങ്കിൽ SSCയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ +2 ക്വാളിഫിക്കേഷൻ മാത്രം വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഇതെന്ന് പറയുന്നത്. എഗെയിൻ നമുക്ക് അവിടെ വരുന്ന പേ ലെവൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 4ഉം ലെവൽ 2ലുള്ള പോസ്റ്റിലാണ് ഇവിടെ വരുന്നത്. നമുക്ക് ആക്ച്വലി 2 പോസ്റ്റാണ് മെയിനായിട്ട് ഇവിടെ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഗ്രേഡ് പേ എത്ര എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ലെവൽ 4 വരെ നമ്മൾ CGLലും കണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽ 4ലെ ചില പോസ്റ്റുകൾ ഇവിടെയും വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ CHSL തുടങ്ങുന്ന ലെവൽ 4 നിന്നാണ്. അവിടെ ലെവൽ 80 തുടങ്ങി ലെവൽ 4 വരെ വന്നു. ഇവിടെ ലെവൽ 4 തുടങ്ങി ലെവൽ 2ലേക്ക് പോകുന്നു എന്നൊരു ആംഗിളിൽ. ലെവൽ 3 നമ്മുടെ പ്രൊമോഷൻസ് വഴിയൊക്കെയാണ് ഫിൽ ആവുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ബേസിക് പേയുടെ റേഞ്ച് കൊടുത്തിട്ടുണ്ട് 25,500 to 81,100. അതുപോലെ ലെവൽ 2 വരുമ്പോൾ 19,900 to 63,200 ആണ് അത് വരുന്നത്. അപ്പോൾ ഇൻഹാൻസ് സാലറി ഏകദേശം എത്ര വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പേ ലെവൽ 4 ആണെങ്കിൽ നമുക്ക് ഏകദേശം 40,000 to 45,000 നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഏകദേശം ആ റേഞ്ചാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേ ലെവൽ 2 ആണെങ്കിൽ ഒരു 30,000 to 35,000 റേഞ്ച് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ചില പോസ്റ്റുകളുടെ എക്സാമ്പിളോട് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ CHSLൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ LDC ലോവർ ഡിവിഷണൽ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റും അങ്ങനെ ഒരു പോസ്റ്റ് കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ലെവൽ 2 ആണെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഈ 2 പോസ്റ്റിനാണ് ആക്ച്വലി വിളിക്കുന്നത്. നമുക്ക് ഇത് ഒരു പോസ്റ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ഇത് അടുത്തൊരു പോസ്റ്റായിട്ട്. സോ ഈ 2 പോസ്റ്റുകൾക്കാണ് നമ്മുടെ CHSL എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് അടുത്ത വർഷം CGL എക്സാം കഴിഞ്ഞാൽ ഉടനെ ഉണ്ടായിരിക്കും. ഇനി ബാക്കിയുള്ള എക്സാംസ് ഒന്ന് ഓടിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അതർ SSC എക്സാംസ് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഓടിച്ചൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് SSCയുടെ NTS ഉണ്ട്. നിങ്ങൾക്കറിയാം വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി. നമുക്ക്
അതെന്ന് പറഞ്ഞാൽ പേ ലെവൽ 1 വരുന്ന പോസ്റ്റിലാണ് അവിടെ വരുന്നത്. നമുക്ക് അവിടുത്തെ ഗ്രേഡ് പേ എന്ന് പറഞ്ഞാൽ 1800 ആണ്. ബേസിക് പേ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 18,000 to 56,900 ആണ് വരുന്നത്. ഇൻഹാൻസ് സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000 to 33,000 കയ്യിൽ കിട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ SSCയുടെ GD കോൺസ്റ്റബിൾ നമുക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള എക്സാം, ഇപ്പം കറന്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവാണ്. നമുക്ക് ഏകദേശം 25,000 സംതിങ് വേക്കൻസിക്കാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ SSCയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ആ വേക്കൻസി പിന്നെ കൂടാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ വിളിച്ച സമയത്ത് നമുക്ക് ആദ്യം വിളിച്ച സമയത്ത് അറൗണ്ട് 40,000 42,000 അങ്ങനെ എന്തായിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ വേക്കൻസി പിന്നെ കൂടി 53,000 റേഞ്ചിലേക്ക് വന്നായിരുന്നു, 53,000 റേഞ്ചിലേക്ക്. അപ്പോൾ അതുപോലെ ഈ വട്ടം വിളിച്ച സമയത്ത് 25,000 ഉണ്ട്. നമുക്കിനി അതിൽ എത്രത്തോളം ഇൻക്രീസ് വരും എന്നുള്ളത് ഏകദേശം അടുത്തൊരു ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എക്സാം നമുക്ക് വെച്ചിരിക്കുന്നത് ഫെബ്രുവരി ടു ഏപ്രിലിൻ്റെ സമയത്താണ്. അടുത്ത വർഷം 2026 ഫെബ്രുവരി ടു ഏപ്രിലിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ആ ഒരു എക്സാംസും വരുന്നത്. ഇനി SSCയുടെ GD കോൺസ്റ്റബിൾ നമ്മൾ പറഞ്ഞ പോലെ പേ ലെവൽ 3 വരുന്ന പോസ്റ്റാണ്. നമുക്കവിടെ ഗ്രേഡ് പേ 2,000 ആണ്. അപ്പോൾ ബേസിക് പേ റേഞ്ച് എന്ന് പറയുന്നത് 21,000 to 69,000 ആണ്, 69,100 ആണ്. ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് 35,000 to 45,000 ആ ഒരു റേഞ്ച് ആയിരിക്കും വരുന്നത്. പക്ഷേ അവിടെ കോൺസ്റ്റബിൾ ആയതുകൊണ്ടും നമ്മുടെ ഫോഴ്സ് കൂടി ആയതുകൊണ്ട് അവിടെ ചില സ്പെഷ്യൽ അലവൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡ്യൂട്ടി ഹവേഴ്സിൽ വ്യത്യാസം വരും. സോ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഫോഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഇൻഹാൻസ് സാലറി അത്രയും എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് എവിടെ പോസ്റ്റിംഗ് കിട്ടുന്നതെന്നുള്ളതും അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ BSF തൊട്ട് എനിക്കൊന്ന് ഒരു 7-8 പാരാമിലിറ്ററി ഫോഴ്സസ് ആണ് നമ്മുടെ ഈ ഒരു SSC GD കോൺസ്റ്റബിളിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ പല ഓർഗനൈസേഷൻ ആയതുകൊണ്ടും പല ഈ പറഞ്ഞ പോലെ ഫോഴ്സസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ഡ്യൂട്ടി ഹവേഴ്സിൽ വ്യത്യാസമുണ്ട്, ഡ്യൂട്ടീസിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ ഡ്യൂട്ടിക്ക് എക്സ്ട്രാ സാലറീസും ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അവിടെ കുറച്ചുകൂടി വ്യത്യാസങ്ങൾ വരാറുണ്ട്. സോ ആ റേഞ്ച് നമുക്ക് എക്സാക്ട്ലി ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഫോഴ്സ് വരുമ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബട്ട് ലെറ്റ്സ് ഒരു 35,000 to 45,000 മാക്സിമം ഒരു 56,000 വരെയൊക്കെ കിട്ടുന്ന കേസസ് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ അടുത്ത SSCയുടെ CPO നമ്മുടെ സെൻട്രൽ പോലീസ് ഓഫീസ് അല്ലെങ്കിൽ ഡൽഹി പോലീസിൽ SI എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ലെവൽ 6 വരുന്നത്. ഗ്രേഡ് പേ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടായിരുന്നു, 4,200 ആണ്. അതിൻ്റെ ഒരു സാലറി റേഞ്ച് ബേസിക് പേ റേഞ്ച് വരുന്നത് 35,400 to 1,12,400 നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടായിരുന്നു. ഈ ഒരു ബേസിക് പേ റേഞ്ച് അങ്ങനെ മാറത്തില്ല. അതാത് ലെവലിന് നമുക്ക് ഈ പറഞ്ഞ ഗ്രേഡ് പേ എന്ന് പറയുന്ന പോലെ തന്നെ ബേസിക് പേ റേഞ്ചും അത് തന്നെ ആയിരിക്കും. അതിൽ ഡിപ്പാർട്ട്മെന്റ് മാറുന്നതിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്, സാലറിയിൽ വ്യത്യാസം വരുന്നത്, ഇൻഹാൻസ് സാലറിയിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അതും ഒരു നമ്മുടെ ഈ പറയുന്ന ഒരു ഡൽഹി പോലീസിൽ SI ആണെങ്കിൽ 48,000 to 62,000 വരെയാണ് വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടി ഹവേഴ്സിനനുസരിച്ച് ചിലപ്പോൾ 70,000 മുകളിലും പോകാറുണ്ട്. ഇനി അതേപോലെ ലാസ്റ്റ് വൺ നമ്മുടെ ഇതേ SSC CPOയിൽ ASIയുടെ പോസ്റ്റ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുടെ പോസ്റ്റ് ആണെങ്കിൽ അത് തൊട്ടടിയിൽ വരും, പേ ലെവൽ 5 വരും, 4,200. നമുക്ക് ഈ പറഞ്ഞ 29,200 to നമുക്ക് 92,300, നമുക്ക് 40,000 തൊട്ട് 50,000 ആയിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ യൂഷ്വലി SI ആണ് വിളിക്കുന്നത്. അതുപോലെ താഴത്തെ പോസ്റ്റിൽ നിന്ന് അത് എന്താ പറയുക ASIയുടെ പോസ്റ്റിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസ് കിട്ടിയും ആ പോസ്റ്റിലേക്ക് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൂടുതലും സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ SSCയുടെ ബാക്കിയുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതും അറിഞ്ഞിരിക്കണം. ഇനി ബെനിഫിറ്റ്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നമ്മളിപ്പോൾ പറയുന്ന എല്ലാം തന്നെ ആ ഒരു ബേസിക് പേ ആണ് പറഞ്ഞത്. പിന്നെ അത് കൂടാതെ അവിടെ സൈഡിൽ നമ്മൾ കണ്ട ഇൻഹാൻസ് സാലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അലവൻസുകളോട് ചേർത്താം. അപ്പോൾ എന്തൊക്കെ അലവൻസുകളാണ് അതിൻ്റെ അടുത്ത് ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന അലവൻസുകളാണ് അതിൻ്റെ അടുത്ത് ചേരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. ഇപ്പം ഡിയറൻസ് അലവൻസ് ഉണ്ട്, ഹൗസ് റെൻറ്റ് അലവൻസുകളുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസുകളുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, പെൻഷൻ, NPS കോൺട്രിബ്യൂഷൻ ആണ്, അത് നമുക്ക് പിന്നെ തിരിച്ചു കിട്ടുന്നത്. പിന്നെ അതുപോലെ ജോബ് നിങ്ങൾക്കറിയാം ബാക്കി ബെനിഫിറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് ആണ് ജോബ് സെക്യൂരിറ്റിയും അതുപോലെ ടൈംലി പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പെയ്ഡ് ലീവുകളും ഗവൺമെൻറ് ഹോളിഡേയ്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ ദിവാലിയുടെ ബോണസും ഇങ്ങനെയൊക്കെ ഒരുപാട് വേറെയും കാര്യങ്ങളുണ്ട് ആക്ച്വലി. ഓക്കെ, നമുക്കിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എടുത്തു പറയുവാണെങ്കിൽ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത്, എല്ലാവർക്കും കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ബ്രീഫ് ചെയ്യണമെങ്കിൽ ഒന്ന് ഡിയറൻസ് അലവൻസ് DA എന്ന് നമ്മൾ പറയും. നമ്മുടെ ഈ സാലറിയുടെ 50% മുകളിലാണ് DA, ഇപ്പോഴത്തെ കറണ്ട് DA എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ദിസ് ഈസ് എ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് പെയ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി ബേസിക് പേ. നമ്മുടെ ബേസിക് പേയുടെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ നേരത്തെ 50% കൂടുതൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് അത് കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണ് അത് പേ ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്കത് എപ്പോഴും പീരിയോഡിക്കലി അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എസ്പെഷ്യലി ഇയർലി ട്വൈസ് എങ്കിലും അത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് കറന്റ് ഈ
കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളുടെ ഇടയ്ക്ക് അതിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹൗസ് റെൻറ്റ് അലവൻസ്. അപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് വേരിയസ് സിറ്റീസിൽ വരുമ്പോൾ അതിനനുസരിച്ച് ഹൗസ് റെൻറ്റ് അലവൻസിൽ വ്യത്യാസം വരാറുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, അത് നമ്മുടെ സിറ്റിയുടെ മേലിൽ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പം ഒരു എച്ച് കാറ്റഗറി മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിൽ 30% ഓഫ് ദ ബേസിക് പേ വരും, അത് 30%. അതുപോലെ Tier 2 സിറ്റി ആണെങ്കിൽ 20% ഓഫ് ദ ബേസിക് പേയും. റൂറൽ അല്ലെങ്കിൽ സ്മോളർ വില്ലേജ് അല്ലെങ്കിൽ സിറ്റി പോലത്തെ ഒരു റൂറൽ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്മോളർ സിറ്റി, റൂറൽ ഏരിയ അങ്ങനെയൊക്കെയുള്ള ഏരിയസ് ആണെങ്കിൽ 10% ഓഫ് ദി ബേസിക് പേ ആയിരിക്കും അവിടെ വരുന്ന ആ ഒരു HRA എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള അലവൻസ് ലൈക്ക് ട്രാവൽ അലവൻസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയുള്ള അലവൻസുകളുണ്ട്, ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ട്. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്കും നമ്മുടെ ഡിപ്പെൻഡൻറ്റിനും ഈ പറയുന്ന മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. പെൻഷൻ ഉണ്ട്, അത് എംപ്ലോയീസ് ആർ കവർഡ് അണ്ടർ ദി നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ അണ്ടറിലാണ് അത് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഗ്രാറ്റുവിറ്റിയും ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിന് എത്ര കിട്ടും എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം ആ എത്ര കിട്ടും എന്നുള്ളതിൻ്റെ ഒരു റഫ് ഐഡിയ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ഫോഴ്സുകളൊക്കെ വരുമ്പോൾ അവിടെ വ്യത്യാസങ്ങളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരു റേഞ്ച് പറയുവാണെങ്കിൽ, ഒരു റഫ് ആയിട്ടുള്ള റേഞ്ച് പറയുകയാണെങ്കിൽ ഇതാണ്. നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം അതിൻ്റെ പേ ലെവൽ കാണുമ്പോൾ ഏകദേശം എത്രത്തോളം കാണും അതിൻ്റെ ഒരു സാലറി എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും കൂടിയാണ്. ആ ഒരു രീതി തന്നെ അതിൻ്റെ റേഞ്ചും പേ ലെവലും ഗ്രേഡ് പേ കൂടി വെച്ചുകൊണ്ട് അത് ഡിസ്കസ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ അതാണ്. ഇപ്പോൾ ഏതെങ്കിലും 1-2 പോസ്റ്റ് പറയുന്നതിന് പകരം SSCയുടെ അണ്ടറിൽ വരുന്ന ആ ഒരു യൂഷ്വൽ റിക്രൂട്ട്മെൻറ്റ് ആയ ലെവൽ 1 തൊട്ട് ലെവൽ 8 വരെയാണ് SSCയുടെ അണ്ടറിലൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബാക്കിയുള്ള ആ ഒരു സിവിൽ സർവീസിൻ്റെ അടിയിലോട്ടുള്ള ഒക്കെ വരുമ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും ഈ പറഞ്ഞ പേ ലെവൽ 1 തൊട്ട് പേ ലെവൽ 8 വരെ അതിൻ്റെ അകത്ത് ചില പേ ലെവലുകളിൽ വരുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന പ്രൊമോഷൻ വഴിയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ചില പേ ലെവൽ മിസ്സിംഗ് ആയിരുന്നു, അതൊക്കെ പ്രൊമോഷൻസ് വഴി തൊട്ട് പേ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പ്രൊമോട്ടായി വരുവാണ് ചെയ്യുന്നത്. പക്ഷേ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും ഈ കാണുന്ന പേ ലെവലിൽ വരുവാണെങ്കിൽ ഈ റേഞ്ചിലായിരിക്കും സാലറി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. ഇപ്പോൾ SSC അല്ല, വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഈ രീതിയിൽ തന്നെ നമ്മൾ റേഞ്ച് ആംഗിളിൽ അത് ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ പറയുന്ന SSCയുടെ എക്സാംസ് ഈ വർഷത്തത് CGL-ഉം CSL-ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത MTSൻ്റെ എക്സാം ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. അതിൻ്റെ എക്സാംസ് ഇനി നടക്കാൻ ബാക്കിയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ആ ഒരു എക്സാംസ് മേ ബി സ്റ്റാർട്ട് ആയിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്, ഡേറ്റ് ഒക്കെ വരാനും ബാക്കിയുണ്ട്. പിന്നെ അല്ല SSCയുടെ GD നോട്ടിഫിക്കേഷൻ ആക്റ്റീവാണ്. സോ അതും നമുക്കിനി ഈ പറഞ്ഞ ഏപ്രിൽ ആ ഒരു സമയത്താണ് നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത വർഷത്തെ SSC എക്സാംസ് സ്റ്റാർട്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ SSCയുടെ കലണ്ടർ ഈ മാസം അവസാനത്തോടെ വരും. ഓക്കെ, നമുക്ക് എല്ലാ ഡിസംബറിലാണ് SSCയുടെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന SSCയുടെ കലണ്ടർ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കലണ്ടർ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും SSC അടുത്ത വർഷത്തെ എക്സാംസ് ഒക്കെ എപ്പോഴാണ് അലൈൻ ചെയ്തിരിക്കുന്നവർ, എക്സാം എപ്പോഴത്തേന്നാണ്, നോട്ടിഫിക്കേഷൻ എപ്പം വരും എന്നുള്ളൊരു ആംഗിളൊക്കെ ഐഡിയാസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ ചാനൽ വഴി തന്നെ അറിയാം. സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചാനലിൽ തന്നെ പോകാറുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ മാത്രമല്ല ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അടക്കം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ഈ പറയുന്ന ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അവർ നിങ്ങൾക്കൊരു ബാച്ചിനോട് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെങ്കിലും എൻട്രിയിൽ നമുക്ക് ഓൺലൈൻ ബാച്ചസ് വരുന്നുണ്ട് ഈ ഒരു എക്സാംസിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേണ്ടി. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ കണ്ട എക്സാംസിനൊക്കെ പ്രിപ്പറേഷനൊക്കെ വേണ്ടി ഓൺലൈൻ ബാച്ചസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ബാച്ചസ് എന്ന് പറയുമ്പോഴും കംപ്ലീറ്റ്ലി അത് നമുക്ക് ഈ പറയുന്ന റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാനിലായിരിക്കും ക്ലാസ്സസ് ഒക്കെ തന്നെ പോകുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഡെയിലി ഷെഡ്യൂളിലുള്ള ക്ലാസ്സസ് നിങ്ങൾ ഓരോ ദിവസം കവർ ചെയ്താൽ മാത്രം മതി. അപ്പം ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിലും കോളേജിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്കും അത് ഈ പറയുന്ന നിങ്ങളുടെ സമയം അനുസരിച്ച് അത് കാണാൻ പറ്റും. അപ്പോൾ ലൈവ് ക്ലാസ്സസ് മിസ്സാവത്തില്ല എന്ന് ചോദിച്ചാൽ ലൈവ് ക്ലാസ്സസ് മിസ്സാവത്തില്ല. ബിക്കോസ് ലൈവ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത് ഈവനിങ് സമയത്താണ്. അത് ഒരു 7 മണി തൊട്ട് നമുക്ക് ഈ പറഞ്ഞുള്ളൊരു 9-9:30 വരെയാണ്, അല്ലെങ്കിൽ 10 o'clock ഉള്ളിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം ഞാൻ നേരത്തെ പറഞ്ഞ കോളേജോ ഡേ ടൈം വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് പോലും അത് മിസ്സാവാൻ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും പറ്റും. ആൻഡ് അത് പല സമയത്തല്ല നടക്കുന്നത്, അത് ഒരേ സമയത്താണ് എല്ലാ ദിവസവും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തലേന്ന് പെട്ടെന്ന് ഇൻഫോം ചെയ്തിട്ട് ഒരു ലൈവ് ക്ലാസ് എന്നൊരു ആംഗിളിന് പകരം വീക്ക്ലി ലൈവ് ക്ലാസ് എന്നൊക്കെയാണ്. ആൻഡ് ഈ ടൈം അങ്ങനെ മാറാറില്ല, ടൈം ഫിക്സ്ഡ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അത് അതേപോലെ പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് അതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് പെട്ടെന്ന് നാളെ ഈ സമയത്താണ്, അല്ലെങ്കിൽ രാവിലെയാണ്, വൈകിട്ടാണ്, ഉച്ചയ്ക്കാണ് എന്നൊരു ആംഗിൾ വരാറില്ല. എപ്പോഴും അത് ഈവനിങ് ഒരു 7 o'clock ശേഷം മാത്രമേ പോകുള്ളൂ. ബിക്കോസ് ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, ഒരുപാട് കോളേജിൽ പഠിക്കുന്നവർ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ആ ലൈവ് ക്ലാസ് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോഴും മെൻറ്റേഴ്സ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. സോ അവർ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർ ആ ഡൗട്ട്സ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരും, അത് നിങ്ങൾക്കൊരു ഡിലേ വരാതെ. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്, മോക്ക് ടെസ്റ്റുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്, ഇ ബുക്സ് ഉണ്ട്. ആപ്പിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം അത് അനലൈസ് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ എയുടെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ മന്ത്ലി ന്യൂ ബാച്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു സമയത്ത് നമുക്ക് ബാച്ചസിലും
40% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചസിലേക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വർഷത്തേക്കുള്ള എക്സാം നേരത്തെ പറഞ്ഞ പോലെ അത് എക്സാം വന്ന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചുകൊണ്ടെങ്കിലും കാര്യമില്ല. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലതായിരിക്കും. എസ്പെഷ്യലി CGL പോലത്തെ എക്സാം ഒക്കെ ഒരിക്കലും നമുക്ക് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അത്യാവശ്യം ഒരു 6 to 8 months പ്രിപ്പറേഷൻ മുമ്പ് തൊട്ട് നമ്മൾ തുടങ്ങണം. ആ പ്രിപ്പറേഷൻ എന്തായാലും ആവശ്യമുണ്ട് ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ അത് ഇപ്പോൾ റൈറ്റ് ടൈം ആണെന്ന് പറയാം. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത വർഷം എക്സാം ഇനി ഏകദേശം 8 to 10 മാസമുണ്ട്. സോ ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ അത് റൈറ്റ് ടൈം ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പുതിയ വർഷം പുതിയൊരു ഗോൾ എന്നൊരു ആംഗിളിൽ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ വരുന്ന ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി ഒരു 3 യൂസേഴ്സിന് ലൈക്ക് നമ്മുടെ ഗോൾഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന 3 യൂസേഴ്സിന് ലക്കി ആയിട്ടുള്ള 3 യൂസേഴ്സിന് അവർക്ക് അൺലിമിറ്റഡ് അക്സസും കിട്ടും. യൂഷ്വലി നമുക്കറിയാം ഇതേപോലത്തെ ഓൺലൈൻ ബാച്ച് എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി ഒക്കെ 1 വർഷത്തെ വാലിഡിറ്റി ആയിരിക്കും വരുന്നത്. പക്ഷേ 3 പേർക്ക് ലക്കി ആയിട്ടുള്ള 3 പേർക്ക് ഓരോ മാസവും ഈ പറയുന്ന അൺലിമിറ്റഡ് അക്സസ് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ അവിടെ വാലിഡിറ്റി കഴിയത്തില്ല. ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓഫേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്പേഴ്സ് കാണിച്ചു തരാം. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ മറക്കണ്ട, നമ്മുടെ SSCയുടെ കലണ്ടർ 2006-2007 നമുക്ക് ഈ പറയുന്ന ഈ മാസം അവസാനത്തോടെ നമുക്ക് റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ലൈക്ക് ബാച്ചിനെ കുറിച്ചോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കണമെങ്കിൽ ഒക്കെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം. അടുത്ത വർഷം നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കൈൻഡ് ഓഫ് എടുത്തു കഴിഞ്ഞു എന്ന് അറിയാം. ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ വന്നപ്പം തന്നെ. സോ അത് ഇനി കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്ത് ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റട്ടെ. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ലൈഫ്, നിങ്ങളുടെ പേരൻസിൻ്റെ ലൈഫ് ഒക്കെ തന്നെ ഒരു കംപ്ലീറ്റ്ലി ഒരു ലൈഫ് ചേഞ്ചിങ് മൂവ്മെൻ്റ് ആയിരിക്കും അത്. അപ്പം ആ ഒരു പോയിന്റിലേക്ക് എത്താൻ പറ്റട്ടെ. നിങ്ങളെല്ലാവരും എക്സാംസ് ക്ലിയർ ചെയ്യട്ടെ ഞാൻ നിങ്ങളെല്ലാവരും വിഷ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും ഈ കലണ്ടറൊക്കെ റിലീസ് ആകുമ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ ഈ ചാനലിൽ തന്നെ കാണാം. സോ അതും മിസ്സാവാതിരിക്കാൻ ചാനൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യാം. താങ്ക് യു.